പ്രതിപക്ഷ സംഘടനകളുടെ പണിമുടക്കിൽ സംഘർഷം സെക്രട്ടേറിയറ്റിന് മുൻപിലാണ്. സംഘർഷം വിശദാംശങ്ങളുമായി വിജിൻ വായാന്തോട് ചേരുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. വിജിൻ, സർക്കാർ ഡയസ്നോൺ അടക്കം പ്രഖ്യാപിച്ചതാണ്. DA അടക്കമുള്ള വിഷയങ്ങളിൽ കൃത്യമായ നിലപാട് സർക്കാർ സ്വീകരിച്ച് വരുമ്പോഴും DA കൃത്യമായി ഘട്ടം ഘട്ടമായി നൽകാമെന്ന് കഴിഞ്ഞ ദിവസം ധനമന്ത്രി KN ബാലഗോപാൽ മാധ്യമങ്ങൾക്ക് മുമ്പാകെ തന്നെ വെളിപ്പെടുത്തിയതാണ്. ഈ ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം നീക്കങ്ങളൊക്കെ തുടരുമ്പോഴാണ് കോൺഗ്രസ് BJP നേതൃത്വത്തിലുള്ള സർവീസ് സംഘടനകളുടെ ഭാഗത്തുനിന്ന് സർക്കാരിനെതിരെ ഇത്തരത്തിലൊരു പ്രതിഷേധമുണ്ടാകുന്നത്. ഏത് രീതിയിലാണ് പ്രതിഷേധം പുരോഗമിക്കുന്നത്? വിജിൻ വായാന്തോട് സെക്രട്ടേറിയറ്റിന് മുൻപിൽ നിന്ന് ചേരുന്നു എന്നാണ് വിചാരിക്കുന്നത്. പ്രതിപക്ഷ സംഘടനകളുടെ പണിമുടക്കിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. സെക്രട്ടേറിയറ്റിന് മുൻപിലാണ് കോൺഗ്രസ് BJP അനുകൂല സംഘടനകളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രതിഷേധ സമരം നടക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ ജോലിക്കെത്തിയവരെ തടയുകയാണ് പ്രതിപക്ഷ സർവീസ് സംഘടനകൾ. വിജിൻ വായാന്തോടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വിജിൻ, ഏത് രീതിയിലാണ് പ്രതിപക്ഷ സർവീസ് സംഘടനകളുടെ പ്രതിഷേധം? സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിരുന്നു. അവരുടെ ആവശ്യങ്ങളിൽ DA അടക്കമുള്ള അവർ പറഞ്ഞ ആവശ്യങ്ങളിൽ കൃത്യമായ നിലപാട് ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കാമെന്ന് കഴിഞ്ഞ ദിവസം ധനമന്ത്രി പറഞ്ഞത് അടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സർക്കാരിനെതിരെ തിരിഞ്ഞുകൊണ്ട് പ്രതിപക്ഷ സർവീസ് സംഘടനകൾ സമരം നടത്തുന്നത്. ഏത് രീതിയിലാണ് അവരുടെ പ്രതിഷേധം പുരോഗമിക്കുന്നത്? തീർച്ചയായും 10 മണിയോടുകൂടി സെക്രട്ടേറിയറ്റിലേക്ക് അനക്സിലേക്കുമൊക്കെ എത്തിയ ജീവനക്കാരെ ഈ സമരാനുകൂലികൾ തടഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കടന്നത്. ഗേറ്റ് അടച്ച് ഈ ജീവനക്കാരെ ഓഫീസിലേക്ക് കടക്കുന്നതിൽ നിന്ന് തടയുകയായിരുന്നു ഈ സമരാനുകൂലികളായ ആളുകൾ ചെയ്തത്. ഇതിനെ ജീവനക്കാർ എതിർക്കുകയും പരസ്പരം വാക്കേറ്റമുണ്ടാവുകയും ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. പക്ഷേ പോലീസ് എത്തി രണ്ടുപേരെയും ജോലിക്കെത്തിയ ജീവനക്കാരെ അകത്തേക്കും ഒപ്പം തന്നെ സമരം ചെയ്യുന്ന ജീവനക്കാരെ പുറത്തേക്ക് മാറ്റിക്കൊണ്ട് ഒരു സംഘർഷ സാധ്യത ഒഴിവാക്കുകയാണ് പോലീസ് ചെയ്തത്. എന്തായാലും ഈ നേരത്തെ വിൻഷ സൂചിപ്പിച്ചതുപോലെ സർക്കാർ ഇത്തരം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു മുദ്രാവാക്യം ഉയർത്തി ഈ പ്രതിപക്ഷ സംഘടനകൾ BJP ഉൾപ്പെടെയുള്ള അവരുടെ അനുകൂല സംഘടനകൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ സമരമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം എല്ലാവരുടെയും പിന്തുണ ഈ സമര അനുകൂലികൾക്ക് ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. NG യൂണിയൻ, KST, അതുപോലെ തന്നെ കോൺഗ്രസിലെ തന്നെ ചില സംഘടനകൾ ഉൾപ്പെടെ ഈ സമരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സെക്രട്ടേറിയറ്റിലെ കോൺഗ്രസ് അനുകൂല സംഘടനകൾ പോലും ഈ സമരത്തിൽ പങ്കെടുക്കുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ ഒരു രാവിലെ തന്നെ ജോലിക്കെത്തുന്ന ജീവനക്കാരെ തടയുന്നതുമായി ബന്ധപ്പെട്ട് അത്തരം ഒരു സമരത്തിലേക്ക് കടന്ന സാഹചര്യത്തിലാണ് ജീവനക്കാർ തങ്ങൾ എത്തിയത് ജോലി ചെയ്യാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ തർക്കിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതാണ് പിന്നീട് സംഘർഷത്തിലേക്ക് എത്തിച്ചത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ തന്നെ KN ബാലഗോപാൽ, ധനമന്ത്രി ഉൾപ്പെടെയുള്ളവർ കൃത്യമായി വ്യക്തമാക്കിയതാണ് ഇവർ ഉന്നയിച്ച 2 പ്രധാന മുദ്രാവാക്യങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന്, പങ്കാളിത്ത പെൻഷൻ പദ്ധതി അവസാനിപ്പിക്കണം. ഒന്ന്, DA എത്രയും പെട്ടെന്ന് കുടിശ്ശിക തീർത്ത് നൽകണം എന്നുള്ളതാണ് ആവശ്യം. DA ഘട്ടം ഘട്ടമായി നൽകും. നിലവിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള 57,000 കോടി രൂപയുടെ പകുതി രൂപയെങ്കിലും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും അത് എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കാൻ കഴിയും എന്ന സർക്കാരും അതുപോലെ തന്നെ ധനമന്ത്രിയും ഒക്കെ നിരന്തരം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് നേരത്തെ ഈ പങ്കാളിത്ത പെൻഷൻ എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്നതാണ്. അത്തരം കോൺഗ്രസ് ഭരണകൂടം തന്നെ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഈ പങ്കാളിത്ത പെൻഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളാണ് ഇപ്പോൾ സമരക്കാർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ സമരമാണ് എന്ന ഒരു അഭിപ്രായ പ്രകടനമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. കാരണം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഈ സർക്കാർ ജീവനക്കാർക്ക് തന്നെ പ്രത്യക്ഷമായി സമരത്തിറങ്ങേണ്ട ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത് എന്ന് വരുത്തിത്തീർക്കാനുള്ളൊരു നീക്കത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഒരു ജീവനക്കാർ ഇത്തരം ഒരു സമരം പ്രഖ്യാപിച്ചിലൂടെ ചെയ്യുന്നത് എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ആണ് കേരളത്തെ ഈ സാമ്പത്തികമായി ഞെരുക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ BJPയുടെ പോഷക സംഘടനയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമരമാണ് ഇപ്പോൾ ഈ ജീവനക്കാർ നടത്തുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ ലാഭത്തിലേക്കുള്ള ഒരു നീക്കമാണ് നടത്തുന്നത് എന്നാണ് സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായി വ്യക്തമാക്കുന്നത്. പക്ഷേ സമരക്കാർ പറയുന്നത് ഈ DA ഉൾപ്പെടെയുള്ളവ സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കേണ്ട തുക എത്രയും പെട്ടെന്ന് അനുവദിക്കണം എന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് മലപ്പുറത്തും അതുപോലെ തന്നെ ഈ നേരത്തെ അനക്സിലും ഒക്കെ ഉണ്ടായത് ഇത്തരം ഒരു സംഘർഷ സാഹചര്യമാണ്. നിലവിൽ ഇപ്പോൾ എന്തായാലും ആ സംഘർഷ സാഹചര്യം ഒഴിവായി എന്നുള്ളതാണ് കാണേണ്ടത്.